how many words with or without meaning can be made from the letters of the word Monday, assuming that no letter is repeated. Repetition is not allowed. First one, 4 letters are used at a time. Different conditions ഉണ്ട്. First condition, ഒന്നാമത്തെ ചോദ്യം, 4 letters are used at a time. Second one, all letters are used at a time. All letters are used, but the first letter is a vowel. Okay, 3 problems ചെയ്യാനുണ്ട്. നമ്മുടെ വേർഡ് മൺഡേ എന്ന് പറഞ്ഞ വേർഡാണ്. ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. ഓക്കെ, 3 + 3 6 ലെറ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണ്. MONDAY. തന്നിരിക്കുന്ന വേർഡ് MONDAY, മൺഡേ. Total number of letters n is equal to 6. Total number of letters n is equal to 6. All are different letters. Okay, same letters ഒന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്യണം. സെയിം ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം ഇരിക്കുന്നത് ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് വൺ, 4 letters are used at a time. 4 letters are used. 6 letters തന്നിട്ടുണ്ട്. അതിൽ നിന്നും 4 letters ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് വൺ, 4 letters are used at a time. Now here n is equal to 6. There are 6 different letters. R equal to 4. We have to use 4 letters. We have to write words with 4 letters. So R is equal to 4. So required number equal to NPR, which is equal to 6P4. N equal to 6, R is equal to 4. 6. So 6P4. We know that NPR equal to n factorial divided by n minus r factorial. So 6P4 is 6 factorial divided by 6 minus 4 factorial. That is 6 factorial divided by 2 factorial, which is equal to, ഇപ്പോൾ ഇവിടുന്ന് 1 into 2 cancel ചെയ്ത് പോകും. 3 into 4 into 5 into 6. Okay, 3 into 4 into 5 into 6, which is equal to 3 into 6 is 18, 4 into 5 is 20, 18 into 2 is 36. So there are 360 words. 4 letters ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സ് ആണ്. തന്നിരിക്കുന്ന 6 ലെറ്റേഴ്സിൽ നിന്നും 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സിൻ്റെ എണ്ണമാണ് 360. Now second one, all letters are used at a time. All letters are used at a time. ആൻസർ കണ്ടുപിടിച്ചോളൂ. സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിച്ചോളൂ. n equal to 6. എല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കണം. അപ്പോൾ r equal to 6. So required number equal to NPR, that is 6P6. n is equal to n factorial. 6P6 is equal to 6 factorial. 6 factorial is 1 into 2 into 3 into 4 into 5 into 6, which is equal to 720. Now third one, all letters are used, but first letter is a vowel. All letters are used, but first letter is a vowel. അപ്പോൾ നമുക്ക് 6 ബോക്സ് വരക്കാം. നമുക്ക് 6 ബോക്സ് വരക്കാം. കാരണം 6 ലെറ്റേഴ്സ് ആയിരിക്കുന്നേ. There are 6 letters. So we have to draw 6 boxes. We have to use all letters, but first letter is a vowel. Vowels are A, E, I, O, U. ഇതാണ് vowels. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് മൺഡേ ആണ്. അതിൽ വരുന്ന വവൽസ് ഏതൊക്കെയാ? O and A. There are 2 vowels, O and A. മൺഡേ എന്ന് പറഞ്ഞ വേർഡിൽ 2 vowels ആണ്, O and A.
പി ആദ്യത്തെ പ്ലേസിൽ ഫസ്റ്റ് ലെറ്റർ ആദ്യത്തെ പ്ലേസിൽ ഈ പ്ലേസിൽ ഫസ്റ്റ് ലെറ്റർ ഒന്നെങ്കിൽ ഒ എഴുതാം അല്ലെങ്കിൽ എ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. ഇപ്പോൾ ഇവിടെ മൺഡേ എന്ന് പറഞ്ഞ വേർഡിലിരിക്കുന്ന വവൽസ് ഒ ആൻഡ് എ, രണ്ട് വവൽസ് ആണ് ഇരിക്കുന്നത്. ഈ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ ഒന്നെങ്കിൽ ഒ എഴുതണം അല്ലെങ്കിൽ എ എഴുതണം. സോ നമ്പർ ഓഫ് വേസ് ഇസ് 2. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ബട്ട് ഫസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. തന്നിരിക്കുന്ന വേർഡ് മൺഡേ, അതിൽ രണ്ട് വവൽസ് ആയിരിക്കുന്നേ, ഒ ആൻഡ് എ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ടോട്ടൽ 5 വവൽസ് ആണ്, എ ഇ ഐ ഒ യു ആണ്. നമുക്ക് തന്ന വേർഡ് മൺഡേ എന്ന് പറഞ്ഞ വേർഡിൽ 2 വവൽസേ ഉള്ളൂ, ഓവും എയും 2 വവൽസേ ഉള്ളൂ. അപ്പോൾ ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം നമ്മൾ ഈ ഫസ്റ്റ് പ്ലേസിൽ എഴുതാൻ. സോ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് വേസ് ഫോർ ദ ഫസ്റ്റ് പ്ലേസ് ഇസ് 2. ഇവിടെ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ ഒന്നെങ്കിൽ ഒ അല്ലെങ്കിൽ എ ഏതെങ്കിലും ഒരു ലെറ്റർ ഞാൻ എഴുതി. പിന്നെ ഇവിടെ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഒരു ലെറ്റർ ഇവിടെ എഴുതി കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ടോട്ടൽ 6 ലെറ്റേഴ്സ് ആയിരിക്കുന്നേ. ഒരു ലെറ്റർ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ എഴുതി. സെക്കൻഡ് പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഹിയർ നമ്പർ ഓഫ് വേസ് ഇസ് 5. അതുപോലെ പിന്നീട് പോകുമ്പോൾ ഒന്ന് വെച്ച് കുറച്ചുകൊണ്ട് പോകണം അല്ലേ, ഒന്ന് വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും. ഓരോ പ്ലേസിലും ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്ററിൻ്റെ എണ്ണം ഒന്ന് വെച്ച് കുറയും. കാരണം റിപ്പീറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് പ്ലേസിൽ എഴുതിയ ലെറ്റർ സെക്കൻഡ് പ്ലേസിൽ എഴുതാൻ പാടില്ല. ഫസ്റ്റും സെക്കൻഡ് പ്ലേസിൽ എഴുതിയ ലെറ്ററിനെ തേർഡ് പ്ലേസിൽ എഴുതാൻ പാടില്ല. അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ലെറ്റർ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താകും, ഇവിടെ 2, കാരണം വവൽസ് 2 വവൽസ്. സോ നമ്പർ ഓഫ് വേസ് 2. ഏതോ ഒരു ലെറ്റർ ഇവിടെ എഴുതി, ടോട്ടൽ 6 ലെറ്റർ ആണ്, ഒന്ന് ഇവിടെ എഴുതി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എൻ്റെ കയ്യിൽ 5 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് വേസ് 5. പിന്നെ ഒന്ന് വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും, 4 3 2 1. സോ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു total number of permutations or required number equal to 2 into 5 into 4 into 3 into 2 into 1. Answer കണ്ടുപിടിച്ചേ. 2 into 5 into 4 into 3 into 2 into 1. ഇത് 5 ഫാക്ടോറിയൽ ആണ്. 2 into 2 ബാക്കിയുള്ളത് 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ 120 ആണ്. So 240. So answer is 240. 240. In how many of the distinct permutations of the letters in the word Mississippi do the 4 I's not come together? Do the 4 I's not come together? ഈ മിസിസിപ്പി എന്ന് പറഞ്ഞ വേർഡിൽ 4 I's ഉണ്ട്, 4 ഐകളുണ്ട് ഇതിൽ. അത് ഒന്നിച്ച് വരാൻ പാടില്ല. ഓക്കെ, നോട്ട് കം ടുഗെദർ, ഒന്നിച്ച് വരാത്ത എത്ര വേർഡ്സ് ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്ന വേർഡിനെ ഒന്ന് അനലൈസ് ചെയ്യാം. മിസിസിപ്പി, ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 വെച്ചിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യുവാണേ. 3 എണ്ണം വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തു. സോ n is equal to 3 plus 3 plus 3 9 plus 2, ലാസ്റ്റ് 2 ഇല്ലു. സോ 11, n is equal to 11. So there are total 11 letters. ടോട്ടൽ 11 ലെറ്റേഴ്സ്. തെറ്റ് കൂടാണ്ട് കണ്ടുപിടിക്കണം. 3 വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാം, അവസാനം 2 ഉണ്ട്. സോ 9 plus 2 11 ലെറ്റേഴ്സ്. പക്ഷേ അതിൽ ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യെസ് റിപ്പീറ്റ്സ് 4 times. യെസ് റിപ്പീറ്റ്സ് 4 times. ഐ റിപ്പീറ്റ്സ് 4 times. ഐ 4 പ്രാവശ്യം വരുന്നുണ്ട്. യെസ് 4 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി പി റിപ്പീറ്റ്സ് 2 times. P repeats 2 times. So total number of arrangements, total number of permutations or total number of arrangements equal to n factorial divided by p1 factorial, p2 factorial, p3 factorial. That is equal to 11 factorial. Total number of letters 11 ആണ്. n is 11. So 11 factorial. പക്ഷെ അതിൽ ചിലത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണോ ആ ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. യെസ് റിപ്പീറ്റ്സ് 4 times. So divide 11 factorial by 4 factorial. I repeats 4 times. So divide 11 factorial by 4 factorial. Again P repeats 2 times. So divided by 2 factorial. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്. മിസിസിപ്പി എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വേർഡ്സിനെയും എഴുതിയിട്ട് കൗണ്ട് ചെയ്താൽ നമുക്ക് ഇത്രയും വേർഡ്സ് കിട്ടും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്യുന്ന എങ്ങനെയാ, 1 2 3 4 5 എക്സെട്ര 11 വരെ മുകളിൽ എഴുതണം. ഇവിടെ ഡിനോമിനേറ്ററിൽ 1 2 3 4 ഉണ്ടാകും, 1 2 3 4 ഉണ്ടാകും, 1 × 2 ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. 5 മുതൽ 11 വരെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ വരുന്നത് 34650. ഓക്കെ, 34,650. ഇതാണ് അതിൻ്റെ ആൻസർ, 34,650. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചോളൂ. ഇപ്പോൾ ഈ പറഞ്ഞത് ഞാനിപ്പോൾ കണ്ടുപിടിച്ച കാര്യം എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ആണ്. എനിക്ക് പക്ഷേ ഇവിടെ വേണ്ടത് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ദ 4 ഐസ് നോട്ട് കം ടുഗെദർ. 4 ഐ ഒന്നിച്ച് വരാത്ത വേർഡ്സ് ആണ് വരുന്നത്. ആ വേർഡ്സും അല്ലാത്ത വേർഡ്സും ഒക്കെ ഇതിൽ വന്നു. എല്ലാ വേർഡ്സും ചേർത്തിട്ടാണ് ഈ 34,650 വന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 4 ഐസ് ഒന്നിച്ച് വരുന്ന വേർഡ്സ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് 4 ഐസും ഒന്നിച്ച് വരുന്ന വേർഡ്സ് ആണ്. ഓക്കെ, 4 ഐസ് ഒന്നിച്ച് വരുന്ന എത്ര വേർഡ്സ് ഉണ്ട് അതാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 4 ഐസ് ഒന്നിച്ച് എഴുതി. ഇനി ബാക്കി ലെറ്റേഴ്സ് ഏതൊക്കെയാണ് അതാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. എം ഉണ്ട്, എസ് 4 പ്രാവശ്യം എസ് വരണം, പിന്നെ 2 പി ഉണ്ട്. ഇതാണ് ബാക്കി വരുന്ന ലെറ്റേഴ്സ്. ഓക്കെ, 3 6 7. ഈ ലെറ്ററിനെ, ഈ 4 ഐ ചേർത്തിട്ട് ഞാനതിനെ ഒരു ലെറ്റർ ആക്കിയിട്ട് എടുക്കും, കാരണം അത് ഒന്നിച്ച് വരേണ്ടതാണ്. 4 ഐസ് ഒന്നിച്ച് വരുന്ന വേർഡ്സാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇതുപോലെ എം ഉണ്ടാകും, പിന്നെ ഈ 4 ഐസ് ഒന്നിച്ചുണ്ടാകും, പിന്നെ മറ്റേ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും, ബാക്കി വരുന്ന ലെറ്റേഴ്സ്. ഇതുപോലെ ഈ 4 ഐസ് വരുന്ന, ഈ 4 ഐ വരുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എനിക്ക് ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ടാക്കാം. ആ വേർഡ്സിൻ്റെ എണ്ണമാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 3 + 3 + 1 6 + 1 7. അതായത് ടോട്ടൽ 8 ലെറ്റേഴ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ടോട്ടൽ 11 ലെറ്റേഴ്സ് ഉണ്ട്, അതിരിക്കട്ടെ. ഞാനിപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് 4 ഐസ് ഒന്നിച്ച് വരുന്ന ഈ ഇതിനെ 4 ഐ ചേർത്തിട്ട് അതിനെ ഒരു ലെറ്റർ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ എസ് റിപ്പീറ്റ്സ് 4 ടൈംസ്, എസ് റിപ്പീറ്റ്സ് 4 ടൈംസ്, പി റിപ്പീറ്റ്സ് 2 ടൈംസ്. ഇതൊരു ലെറ്റർ ആയിട്ട് ഞാൻ മനസ്സിൽ കണ്ടിട്ട് ടോട്ടൽ ഇത് ഈ 7ഉം ഈ 1ഉം ടോട്ടൽ 8 ലെറ്റേഴ്സ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് 4 ഐസ് കംസ് ടുഗെദർ. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് in which 4 eyes comes together equal to 8 factorial divided by 4 factorial into 2 factorial. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ, ഈ 4 ഐ ഇത് ചേർത്തിട്ട് ഞാൻ അതിനെ ഒരു ലെറ്റർ ആക്കിയിട്ട് എടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? ആ 4 ഐയും ഒന്നിച്ച് വരണം, അതാണ് എൻ്റെ ഉദ്ദേശം. 4 ഐ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആയിട്ട് എടുത്തു. അപ്പോൾ ബാക്കി വരുന്ന 7 ലെറ്ററും ചേർത്തിട്ട് ടോട്ടൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. ആ 8 ലെറ്റേഴ്സിൽ എസ് റിപ്പീറ്റ്സ് 4 ടൈംസ്, പി റിപ്പീറ്റ്സ് 2 ടൈംസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് 4 ഐസ് കംസ് ടുഗെദർ ഇസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. കാരണം ഈ 4ഉം 2ഉം വരാൻ കാരണം എസും പിയും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പി ആൻസർ കണ്ടുപിടിച്ചാൽ ഇപ്പോൾ ഇവിടെ 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യണം. 5 × 6 × 7 × 8 by 2 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 840. 840 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഞാനിവിടെ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ആദ്യം കണ്ടുപിടിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ആണ്. രണ്ടാമത് കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് 4 ഐസ് കംസ് ടുഗെദർ. എൻ്റെ ചോദ്യത്തിൽ ചോദിച്ചത് എന്താ? ഹൗ മെനി ഓഫ് ദ ഡിസ്റ്റിങ് പെർമുട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മിസിസിപ്പി ഡു ദ 4 ഐസ് നോട്ട് കം ടുഗെദർ. 4 ഐസ് ഒന്നിച്ച് വരാത്ത എത്ര വേർഡ്സ് ഉണ്ട്? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആലോചിച്ച് പറഞ്ഞോളൂ നോക്കട്ടെ. 4 ഐസ് ഒന്നിച്ച് വരാത്ത വേർഡ്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോൾ ചെയ്തത് നേരെ തിരിച്ചാ അല്ലേ? ഇനി എന്ത് ചെയ്യണം ഞാൻ ആൻസറിലേക്ക് എത്താൻ? ഫസ്റ്റ് ആൻസറിന് സെക്കൻഡ് ആൻസർ അതെ, ഫസ്റ്റ് ആൻസറിൽ നിന്നും സെക്കൻഡ് ആൻസർ മൈനസ് ചെയ്താൽ മതി.
ഫസ്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. സെക്കൻഡ് ആൻസർ എന്ന് പറയുമ്പോൾ അതിൽ ആ വേർഡ്സിൽ ഈ 4യും ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആൻസറിലേക്ക് എത്താൻ ഞാൻ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് മൈനസ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് 4 eyes comes together. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ആൻസറിൽ നിന്നും സെക്കൻഡ് ആൻസർ മൈനസ് ചെയ്താൽ മതി. സോ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു number of words in which 4 eyes not come together. Number of words not occur together equal to total number of words minus number of words in which 4 eyes occur together. Number of words in which 4 eyes not occur together is equal to total number of words minus number of words in which 4 eyes occur together. നമുക്ക് വേണ്ടത് 4 ഐ ഒന്നിച്ച് വരാത്ത വേർഡ്സ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് കണ്ടുപിടിക്കണം. അതിൽ നിന്നും ഈ 4 ഐ ഒന്നിച്ച് വരുന്ന വേർഡ്സിനെ മൈനസ് ചെയ്യണം. ആ രണ്ട് നമ്പേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. 34650 minus 840. So answer is 33810. Now exercise last problem ആണിത്. Exercise 7.3 last problem ആണിത്. In how many ways can the letters of the word permutations be arranged if the words start with P and end with S? തന്നിരിക്കുന്ന വേർഡ് ആൻസർ ചെയ്യാൻ തുടങ്ങാം. ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യത്തേതാണ് ഞാനിപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആണ് വായിച്ചത്. വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. തന്നിരിക്കുന്ന വേർഡ് എന്താ നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യണം. പെർമുട്ടേഷൻസ് ഇതാണ് തന്നിരിക്കുന്ന വേർഡ്. PERMUTATIONS. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ലെറ്റേഴ്സ് n എത്രയാ? 3 4 പ്രാവശ്യം വന്നു. സോ n is equal to 12. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് n is equal to 12. സംശയമൊന്നുമില്ലല്ലോ ഇതിൽ. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് n is equal to 12. ഇനി ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? T റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 times. T റിപ്പീറ്റ്സ് 2 times. ഇനി നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ പോവാണ്. വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെയും അവസാനത്തെ സ്ഥലത്ത് പിയും എസും എഴുതി വെക്കണം. സ്റ്റാർട്ട് വിത്ത് പി. പിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എസ്സിൽ എൻഡ് ചെയ്യണം. ഈ ടൈപ്പ് വേർഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിയിൽ സ്റ്റാർട്ട് ചെയ്യണം, എസ്സിൽ എൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 2 ലെറ്റേഴ്സ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. അതിനൊരു മാറ്റം ഇനി സംഭവിക്കില്ല. നമുക്ക് വേണ്ടത് പിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എസ്ന്ന് എൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ 2 ലെറ്റേഴ്സ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 12 2 പോയി. സോ n is equal to 10. ഈ 10 ലെറ്റേഴ്സിൻ്റെ പെർമുട്ടേഷൻ കണ്ടാൽ മതി. 10 ലെറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ 10 ലെറ്റേഴ്സിനെ നമ്മൾ പെർമ്യൂട്ട് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് അറേഞ്ച് ചെയ്യണം. ടേക്കിംഗ് ഓൾ ലെറ്റേഴ്സ് വിതൗട്ട് റിപ്പീറ്റിംഗ് എനി ലെറ്റേഴ്സ്. സോ number of permutations equal to n factorial divided by p1 factorial. p1 factorial എഴുതാൻ കാരണം ഇവിടെ 2 times ഉണ്ട്. t appears 2 times. അതുകൊണ്ടാണ് n is 10 factorial divided by 2 factorial. t എന്ന് പറഞ്ഞ ലെറ്റർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. അതിൻ്റെ ആൻസർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. 1814400 ഇതാണ് ആൻസർ. ആൻസർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ആൻസർ നിങ്ങളുടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 10 വരാൻ കാരണം 2 ലെറ്റേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തു. അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അത് അവിടെ ഫിക്സ് ചെയ്തു. നമുക്ക് മാറ്റാൻ പറ്റുന്നത് ബാക്കി വരുന്ന 10 ലെറ്റേഴ്സാണ്. അതിൻ്റെ പെർമുട്ടേഷൻ വരുന്നത് 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇതാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇതാണ് 18,14,400. Now second one, vowels are all together. Vowels are all together. Vowels എല്ലാം ഒന്നിച്ച് വരണം.
നമ്മൾ എ ഇ ഐ ഒ യു ഈ വവൽസ് ഒന്നിച്ച് വരുന്ന വേർഡ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിനെ ഒന്നിച്ച് ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിനെ ഒന്നിച്ചാണ് നമുക്ക് എടുക്കേണ്ടത്. അത് ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ മനസ്സിൽ കാണണം. ബാക്കി വരുന്ന 7 ലെറ്റേഴ്സ് ആണ്. 3 + 3 + 1 7 ലെറ്റേഴ്സ്. സോ ടോട്ടൽ 8 ലെറ്റേഴ്സ്. n is equal to 8 in which t repeats 2 times. അതിൽ തന്നെ ഈ ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടി 2 പ്രാവശ്യം വരുന്നുണ്ട്. So total number of permutations of 8 letters in which t repeats 2 times is 8 factorial divided by 2 factorial. 8 letters in the permutation വരുന്നത് 8 factorial divided by 2 factorial ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എ ഇ ഐ ഒ യു എപ്പോഴും ഇതുപോലെ തന്നെ വരണമെന്നൊന്നുമില്ല. ഒരു പ്രാവശ്യം എ ഇ ഐ ഒ യു വരാം, എ ഇ ഐ ഒ യു വരാം, അടുത്ത പ്രാവശ്യം ഇ എ ഐ ഒ യു ഇങ്ങനെ വരാം. ഇങ്ങനെ മാറി മാറി വരാം. ഐ ഒ യു എ ഇ ഇങ്ങനെയും വരാം. ഇവ ഉള്ളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാം. അതായത് ഇതിൽ എ ഇ ഐ ഒ യുവിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ പെർമുട്ടേഷൻ വരുന്നത് permutation of A E I O U A E I O U is 5 factorial. 5 different letters ആണ്. 5p5 that is 5 factorial. So total number of words in which vowels are all together or required number equal to 5 factorial into 8 factorial divided by 2 factorial. ഓക്കെ, ഈ എ ഇ ഐ ഒ യുവിനെ ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ബാക്കി വരുന്നത് 7 ലെറ്റേഴ്സാണ്. ഇപ്പോൾ ടോട്ടൽ 1 + 7 8 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 8 ലെറ്റേഴ്സിൽ ടി 2 പ്രാവശ്യം വരുന്നുണ്ട്. ഈ 8 ലെറ്റേഴ്സിൻ്റെ പെർമുട്ടേഷനാണ് 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. 8 ലെറ്റേഴ്സിൻ്റെ പെർമുട്ടേഷൻ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. പക്ഷേ ഈ എ ഇ ഐ ഒ യു എപ്പോഴും ഇതേ ഓർഡറിൽ വരണമെന്നൊന്നുമില്ല. ഈ ഓർഡറിൽ വന്നാൽ ഇത്ര വേർഡ്സ് ഉണ്ടാകും. പക്ഷെ അതെപ്പോഴും അങ്ങനെ വരുമോ? ഇല്ല. അതങ്ങോട്ട് അതിൻ്റെ അകത്തൊരു പെർമുട്ടേഷൻ, അതിൻ്റെ അകത്തൊരു അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അത് എത്ര അറേഞ്ച്മെൻറ്റ്സ് ആണ്? 5 ഫാക്ടോറിയൽ ആണ്. കാരണം 5 ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. n ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ n ഫാക്ടോറിയൽ. 5 ഡിഫറെൻറ്റ് ലെറ്റേഴ്സിൻ്റെ പെർമുട്ടേഷൻസ് 5 ഫാക്ടോറിയൽ. സോ ടോട്ടൽ നമ്പർ of words in which vowels are all together is 5 factorial into 8 factorial divided by 2 factorial. Product rule ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 24,19,200 ഇതാണ് ആൻസർ. മൂന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? There are always 4 letters between P and S. Third one, always 4 letters between P and S. ചോദ്യം ശരിക്കും മനസ്സിലാക്കണേ. പിയും എസിൻ്റെ ഇടയിൽ 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. പിയുടെയും എസിൻ്റെ ഇടയിൽ 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. ഞാനിവിടെ പി എഴുതി കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെറ്റർ പി എഴുതി കഴിഞ്ഞാൽ 1 2 3 4 കഴിഞ്ഞിട്ട് ഇവിടെ എസ് എഴുതണം. ഞാൻ പി സെക്കൻഡ് പ്ലേസിൽ എഴുതി കഴിഞ്ഞാൽ 1 2 3 4 കഴിഞ്ഞിട്ട് എസ് എഴുതണം. ഇവിടെ പി വന്നാൽ 1 2 3 4 ഇവിടെ എസ്. പി എസ്, പി ഇവിടെ എസ് വരും. ഇവിടെ പി വന്നു കഴിഞ്ഞാൽ 4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് എസ് വരും. ഇവിടെയാണ് ഞാൻ പി എഴുതുന്നതെങ്കിൽ 4 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് എസ് വരും. ഇപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത് ഇവിടെ 7 ആണ്. ഇതുപോലെ എനിക്ക് എഴുതാൻ പറ്റുന്ന 7 ടൈപ്പ് ഉണ്ട്. 7 അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. ഞാൻ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ലെറ്റർ പി എഴുതി കഴിഞ്ഞാൽ 4 ലെറ്റേഴ്സ് വിട്ടിട്ട് വേണം എസ് എഴുതാൻ. ഞാൻ എഴുതുന്ന വേർഡിൽ സെക്കൻഡ് ലെറ്റർ ആണ് പി എഴുതുന്നതെങ്കിൽ 4 ലെറ്റർ വിട്ടിട്ട് എസ് എഴുതണം. അതുപോലെ അതാണ് കണ്ടീഷൻ. ദർ ഷുഡ് ബി 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. ഇതുപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 7 അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ ആദ്യത്തെ പ്ലേസിൽ എസ് എഴുതി, ഇവിടെ എസ് എഴുതി, അപ്പോൾ ഇവിടെ പി വരും. ഇവിടെ എസ് എഴുതി, ഇവിടെ പി വരും. ഓക്കെ, ഇവിടെ എസ് എഴുതുമ്പോൾ ഇവിടെ പി വരും. എസും പിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അതേപോലെ 7 അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. നേരെ തിരിച്ചെഴുതി, ആദ്യം എസ് എഴുതി, രണ്ടാമത് പി എഴുതി, അപ്പോൾ ഒന്നും കൂടി എനിക്ക് 7 അറേഞ്ച്മെൻറ്റ്സ് കിട്ടും.
ടോട്ടൽ 14 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. 4 ലെറ്റേഴ്സ് എടുക്ക് വരണമെന്നേ ഉള്ളൂ. ആദ്യം പി രണ്ടാമത് എസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. 4 ലെറ്റേഴ്സ് ഇതിൻ്റെ ഇടയിൽ വരണം. പിൻ്റെ എസിൻ്റെ ഇടയിൽ 4 ലെറ്റേഴ്സ് വരണം. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ ആദ്യം പി എഴുതാം, രണ്ടാമത് എസ് എഴുതാം, നേരെ തിരിച്ചും എഴുതാം. അപ്പോൾ ആദ്യം പി രണ്ടാമത് എസ് എഴുതുമ്പോൾ 7 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ആദ്യം എസ് പിന്നെ പി എഴുതുമ്പോഴും 7 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ടോട്ടൽ 14 അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അപ്പോൾ എസും പിക്കും നമ്മൾ ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് 14 അറേഞ്ച്മെന്റ്സ് കിട്ടി. എസും പിയും കഴിഞ്ഞാൽ പെർമുട്ടേഷൻസ് എന്ന് പറഞ്ഞ വേർഡിൽ ടോട്ടൽ 12 ലെറ്റേഴ്സ് ആയിരുന്നു. അതിൽ നിന്നും എസും പിയും മൈനസ് ചെയ്തു. എസും പിക്കും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്ന N 10 ആണ്. ഇനി നമ്മൾ എസും പിയും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലെറ്റേഴ്സിൻ്റെ പെർമുട്ടേഷൻ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. 10 ലെറ്റേഴ്സിൻ്റെ പെർമുട്ടേഷൻസ് വരുന്നത് 10 ഫാക്ടോറിയലാണ്. പക്ഷെ അതിൽ ടി എന്ന് പറഞ്ഞ ലെറ്റർ ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടി റിപ്പീറ്റ്സ് 2 ടൈംസ്. സോ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ടി റിപ്പീറ്റ്സ് 2 times. So 10 factorial divided by 2 factorial. So total number of arrangements equal to required number equal to 14 into 10 factorial divided by 2 factorial. ഈ 14 വരുന്നത് പിയും എസിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ്. 10 factorial by 2 factorial വരുന്നത് ഈ 2 എണ്ണം വിട്ടിട്ട് ബാക്കി 10 ലെറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് 10 factorial divided by 2 factorial. ഡിവൈഡഡ് ബൈ 2 factorial വരാൻ കാരണം ടി 2 പ്രാവശ്യം വരുന്നത് കൊണ്ടാണ്. ഇതാണ് ആൻസർ. അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാം 25401600.